സിമ്പിളാണ്. പക്ഷെ ഇതുപോലെ എലഗന്റ് ആയിട്ടുള്ള ഒരു കേക്ക്. ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നിയ ഒരു കേക്ക്. നമുക്ക് ഈ ഒരു കേക്കിന്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ? കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് 1 ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടും. അത് പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തു. നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് റെഡിയാക്കാനായിട്ട് ഷെഫ് മാസിൻ്റെ ബേക്കേഴ്സ് റോസ് എന്ന കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് 1 ഡ്രോപ്പ് ആഡ് ചെയ്തു. കൂടെ തന്നെ സെയിം ബ്രാൻഡിൻ്റെ സൂപ്പർ റെഡ് കളർ വളരെ കുറച്ച് ആഡ് ചെയ്തു. ഡയറക്റ്റ് വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്യാതെ ടൂത്ത് പിക്കിൽ കുറച്ച് കളർ എടുത്ത് ക്രീമിലോട്ട് ആഡ് ചെയ്തു. ദെൻ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും. അതും പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ദെൻ സെയിം ക്രീമിൽ തന്നെ 1 ഡ്രോപ്പ് റെഡ് കളറും 1 ഡ്രോപ്പ് ബേക്കേഴ്സ് റോസ് കളറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പീച്ച് ഷെയ്ഡ് കിട്ടും. അതും പൈപ്പിംഗ് ബാഗിലാക്കി ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്തു. ഈ ഒരു 3 കളേഴ്സാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്കിൽ യൂസ് ചെയ്യുന്നത്. യെല്ലോ, റോസ് ആൻഡ് റെഡ്. കേക്ക് ഞാൻ ഓൾറെഡി ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ടോപ്പ് കോട്ട് കൊടുക്കാൻ എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ക്രംസ് ഒന്നും വരാണ്ട് കേക്ക് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ കളേഴ്സ് ലെയറായി കേക്കിൽ ആഡ് ചെയ്യാം. കേക്കിൻ്റെ ടോപ്പിൽ കളേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം ആണ് കേട്ടോ കൊടുക്കുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. അതിന് താഴെ ലൈറ്റ് യെല്ലോ, പിന്നെ പിങ്ക്, ലാസ്റ്റ് പീച്ച് ഷെയ്ഡ്. ദെൻ സ്ക്രേപ്പർ യൂസ് ചെയ്ത് സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തു. ഈ ഒരു കളേഴ്സിൻ്റെ ലെയർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലീൻ ഓംബ്രെ ഫിനിഷ് കിട്ടി. കേക്കിൻ്റെ ടോപ്പിൽ പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് സിമ്പിൾ സ്ട്രിൽ ഡിസൈൻ കൊടുത്തു. സൈഡിലും സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് കേക്ക് ബോർഡിലുണ്ടായിരുന്ന എക്സസ് ആയിട്ടുള്ള ക്രീമെല്ലാം വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് സെറ്റാക്കി എടുത്തു. ഫൈനലി ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചു. ആൻഡ് ഓൾസോ ബേബിയുടെ നെയിം ഫോണ്ടനിൽ കട്ട് ചെയ്ത് സെറ്റാക്കി കേക്കിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തു. അങ്ങനെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി. ഓണസ്റ്റ്ലി ഈ ഒരു കേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്, മിനിമൽ ക്ലീൻ ലുക്കായിട്ട് നല്ല എലഗൻ്റ് ആയിട്ട് തോന്നി. കസ്റ്റമർ തന്ന റെഫറൻസ് പിക്കാണ് കേട്ടോ ഈ ഒരു ഫോണിൽ കാണുന്നത്. മാക്സിമം അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റിൽ പറയണേ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാം. കേക്കിൻ്റെ പാക്കിംഗ് വീഡിയോവും ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രം വഴുതക്കാടായിരുന്നു. ഈ ഒരു കേക്ക് മാത്രമല്ല കേട്ടോ, ബ്രൗണീസും കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.